സമ്പന്നമാണ് കേരളം. വിവിധ കലകൾ, കായികങ്ങൾ തുടങ്ങിയവയിലും കാർഷിക ഉൽപാദന രംഗത്തും മുൻപന്തിയിലാണ് നമ്മുടെ കേരളം. മണ്ണ്, ജലം, ശുദ്ധവായു തുടങ്ങിയവയും ഈ ഗ്രാമീണ നാടിന്റെ ഐശ്വര്യങ്ങളിൽ പെടുന്നു. ഭക്ഷണം ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും മുഖ്യ ആധാരങ്ങളിൽ ഒന്നാണ്. ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം അഥവാ അന്നം കൂടിയേ തീരൂ. ജീവന്റെ നിലനിൽപ്പിന് ഉതകുന്നവരാണ് കർഷകർ. അവർ വിതയ്ക്കുന്നതും കൊയ്യുന്നതും അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയുള്ളതാണെന്ന സത്യം നാം മറന്നുകൂടാ. കാലാവസ്ഥയിലും ജല ഉറവിട സംഭരണ മാർഗങ്ങളിലും കൃഷിക്കും അനുകൂലമാണ് നമ്മുടെ ഈ നാട്. വിവിധയിനം മണ്ണുകളിൽ വിവിധയിനം നാണ്യവിളകളും ഭക്ഷ്യവിളകളും കൃഷി ചെയ്യപ്പെടുന്നു. കണ്ടം ഒരുക്കി വിത്തെറിഞ്ഞ് പരിപാലിക്കുന്ന കർഷകരുടെ ദൃശ്യം നാം കാണാറുള്ളതാണ്. ഇത് കാർഷിക സമ്പന്നതയുടെ ദൃശ്യങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഞാറുനടിയിൽ മുതൽ കൊയ്ത്തുവരെയും നെല്ല് മെതിക്കൽ മുതൽ പാത്രത്തിലിരിക്കുന്ന ഓരോ അരിമണികൾ വരെയും ഉത്തമ പരിരക്ഷയുടെ അടയാളങ്ങളാണ്. പലയിനം വിളകൾ ചെയ്യുന്ന കർഷകർ, പലയിനം കാർഷിക വിളകൾ, ഇവയെല്ലാം മലയാള നാടിന്റെ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിക്കുന്നു. പിൽക്കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്തെ കൃഷികളും കർഷകരും കാർഷിക മേഖലയും എല്ലാം നൂതനമായി കുറഞ്ഞുവരുന്നു. ഇത് മുൻകാലങ്ങളിലേക്കുള്ള കൃഷിക്കും കൃഷിമേഖലകൾക്കും അപകടകരമായ ഒന്നാണ്. കൃഷിയുടെ മേൽനോട്ടങ്ങളിൽ കർഷകർ കാണിച്ച പരിപാലനങ്ങൾ നിരവധി ദുരന്തങ്ങൾ മണ്ണിനെയും വിളകളെയും കാത്തിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളുടെ കടന്നുകയറ്റവും യന്ത്രങ്ങളുടെ കടന്നുകയറ്റവും വൈറ്റ് കോളർ ജോലികൾ മാത്രം ചെയ്യാനൊരുങ്ങുന്ന ജനസംസ്കാരവും കൃഷിക്ക് താഴേക്കുള്ള അടിച്ചമർത്തലായി. പിൽക്കാലത്ത് കാർഷിക സമ്പന്നമായിരുന്നു കേരളം. കാർഷിക രംഗത്ത് ഉറ്റ പങ്കുവഹിച്ചിരുന്നതും കേരളമായിരുന്നു. കുട്ടനാടിന്റെ പിൽക്കാല ദൃശ്യങ്ങളും വിളിപ്പേരും അത് ചൂണ്ടിക്കാട്ടുന്നു. നെല്ലിന്റെ കലവറ എന്നഹങ്കരിച്ചു നാം ഇന്നെന്തേ മാറിപ്പോയി? പിൽക്കാലത്തെ അപേക്ഷിച്ച് തനത് കാലങ്ങളിൽ വിളകളില്ലാ പാടങ്ങളും പറമ്പുകളും ഇന്ന് യാത്രാവേളകളിലെ ദൃശ്യങ്ങളാണ്. അന്യസംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ജീവിതരീതിയും വന്നുകഴിഞ്ഞു. ഫാസ്റ്റ് ഫുഡിന്റെ പിറകെയുള്ള കുതിച്ചുപോക്ക് മലയാളികളുടെ ആരോഗ്യശൈലിയിൽ മാറ്റം വരുത്തി. ശരിയായ അധ്വാനം മലയാളികൾക്ക് ഇന്ന് ലഭിക്കാത്തതുകൊണ്ട് നിരവധി രോഗങ്ങളും അവനെ കാത്തിരിക്കുന്നു. കേരളം ഇന്ന് ടൂറിസം രംഗത്ത് സജീവമായി. വിസ്മയകരമായ കാഴ്ചകളും കായൽപ്പരപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഹൗസ് ബോട്ടുകളുടെ യാത്രയും മഴക്കാടുകളും പച്ചപ്പരവതാനി വിരിച്ച കുന്നിൻ ചെരുവുകളും നെൽപ്പാടങ്ങളും കളകളാനാദത്തിലൊഴുകുന്ന നദീതടങ്ങളും നോക്കത്താ ദൂരത്തേക്ക് നീണ്ടുകിടക്കുന്ന നീലാകാശവും മേഘത്തിനുള്ളിൽ നിന്നും പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളും കൊയ്ത്തുപാട്ടും കേരളത്തിന് കുളിർമയേകുന്നവയാണ്. ഓരോ കേരളീയന്റെയും ജീവിതം നിലനിർത്തുന്നവയിൽ
ഇവയും ബൃഹത്തായ പങ്ക് വഹിക്കുന്നു. പാളത്തൊപ്പിച്ചൂടി അന്തിയിരുട്ടിൽ പണിതീർത്ത് തോളിൽ മൺവെട്ടിയുമേന്തി പാടവരമ്പത്തുകൂടി വീട്ടിലേക്ക് നടക്കുന്ന കർഷകരുടെ ദൃശ്യങ്ങളും അന്തിയിരുട്ടിൽ എങ്ങോ മാഞ്ഞുപോയി. അതിനു പകരം യന്ത്രങ്ങൾ ഇന്ന് സജ്ജമാണ്. ഇതുമൂലം കേരളനാടിന്റെ പഴയകാല കാർഷിക ദൃശ്യങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി കേരളത്തെ മൂന്നായി തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. പൊക്കം കൂടിയ മലനിരകൾ ഉൾപ്പെടുന്നവയെ മലനാടെന്നും മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നവയെ ഇടനാടെന്നും സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്നവയെ തീരപ്രദേശമെന്നും കണക്കാക്കാം. കേരളത്തെ ഭൂവിഭാഗമായി തരംതിരിച്ചതിൽ മലനാട്ടിലുള്ള കൃഷികളാണ് മുഖ്യമായും റബ്ബർ, കുരുമുളക്, ഏലം, കാപ്പി, തേയില, തെങ്ങ് എന്നീ വിവിധ ഇനം നാണ്യവിളകൾ. ഇടനാട്ടിൽ വാഴ, ചേന, കാച്ചിൽ, നെല്ല്, വിവിധ ഇനം പച്ചക്കറികൾ, കപ്പയും കരിമ്പും ആയ ഭക്ഷ്യവിളകളും. തീരപ്രദേശങ്ങളെ ആശ്രയിച്ച് പുഴയിലുള്ള വലവീശൽ, കടലിലുള്ള മത്സ്യബന്ധനം, കായൽപ്പരപ്പുകളിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങളും വലവീശലും ശ്രദ്ധേയമാണ്. ഇവർ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. നാം ഇന്ന് പലയിനം കൃഷികൾ ചെയ്യാറുണ്ട്. ഉൽപാദനത്തിൽ വൻപന്മാരായവർ, കാഴ്ചയിലോ കേമന്മാർ. വർദ്ധിച്ചുവരുന്ന ജനസാന്ദ്രതയും ആഡംബര വികസനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും കടന്നുകയറ്റം ജലസ്രോതസ്സുകളെയും പാടശേഖരങ്ങളെയും മണ്ണിട്ട് നികത്തി ബഹുനില കെട്ടിട സമുച്ചയങ്ങൾ ദുരുപയോഗം ചെയ്തു. ഇതുമൂലം കാർഷിക മേഖലയിലുള്ള ഉൽപാദനത്തിന്റെ അളവ് പിൽക്കാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ ശരാശരി ഗണ്യമായി കുറഞ്ഞുവരുന്നു. ഇത് ഭാവി കേരളത്തിന്റെയും കാർഷിക മേഖലയുടെയും വെല്ലുവിളികളായി മാറുന്നു. വർദ്ധിച്ചുവരുന്ന നഗരവൽക്കരണവും കേരളീയന്റെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും കൃഷിയെയും ബാധിച്ചു. സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് കേരളം, 93.91%. കേരളത്തിലെ 2011 ജനസംഖ്യാ കണക്കനുസരിച്ച് 3,33,87,677 ജനസാന്ദ്രത. അതിൽ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന് 1084 സ്ത്രീ എന്ന നിലയിലുമാണ്. മറ്റൊന്ന്, അന്യസംസ്ഥാനത്തു നിന്നും ജോലിക്കായി എത്തുന്നവരുടെ ആശ്രയം ഇന്ന് കേരളത്തിന്റെ കൈക്കുമ്പിളിലാണ്. ഇവരുടെ ഭക്ഷണ ജലമാർഗങ്ങളിൽ പിന്നിലേക്കാവുന്നു കേരളം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയിൽ ഒന്നാമതായ കേരളം പിന്നെന്തേ തനത് കാലത്ത് കാർഷിക രംഗത്ത് കൂപ്പുകുത്തി എന്ന സത്യം അഗാധമാണ്.
ഇന്ന് കാർഷിക രംഗങ്ങളിൽ അന്യസംസ്ഥാനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നവർ. ഗ്രാമീണ മേഖലയിൽ പോലും കാർഷിക മേഖല വിട്ടകലുന്ന കാഴ്ച ശ്രദ്ധേയമാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് കൃഷിയോടും മണ്ണിനോടുമുള്ള ആത്മാർത്ഥത വിട്ടൊഴിഞ്ഞ് അമിത രാസവള കീടനാശിനി പ്രയോഗങ്ങൾ, മനുഷ്യന്റെ സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്ത് മനുഷ്യന്റെ ആരോഗ്യ നിലപാടിനുള്ള ചുറ്റുപാടിനെയും ഒരുപോലെ കാർന്നു തിന്നുന്നു. ഇതിനുദാഹരണമാണ് നിറത്തിൽ ചെയ്ത വിഷങ്ങൾ തളിച്ചതുമൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഉദാഹരണം എൻഡോസൾഫാൻ, ഫ്യൂരിഡാൻ, ഫോറേറ്റ് തുടങ്ങിയ വിഷങ്ങൾ അമിത ലാഭത്തിനു വേണ്ടി കർഷകരെ പ്രലോഭിപ്പിച്ച് കരുവാക്കി. ഒഴിച്ചുകൂടാത്ത ഭക്ഷ്യവസ്തുക്കളിൽ കീടനാശിനി പ്രയോഗങ്ങൾ അമിതമായി. ഇതുമൂലം ഇന്നത്തെ ഒരു നൊമ്പര ദൃശ്യമാണ് കാസർഗോഡ് ജില്ലയിൽ പെരിയ ആരോഗ്യ കേന്ദ്രത്തിന്റെ എതിർവശത്തുള്ള 4 ചുവരുകൾ. എൻഡോസൾഫാൻ എന്ന കടുത്ത വിഷം വിതച്ച ദുരന്തം ഇന്നും തീരാ ദുഃഖമായി നിലനിൽക്കുന്നു. എളുപ്പത്തിൽ പണം കൊയ്യാൻ കാട്ടിവെച്ച സംഭവങ്ങൾ ഇന്നും ജനിച്ചു വീഴുന്ന കുട്ടികളെ വൈകല്യങ്ങളായി തളർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയില് എൻഡോസൾഫാൻ തളിച്ചത് മൂലം കുറേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ജനങ്ങൾക്കും കുറേയധികം ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിന്റെ ദുരിതം നമുക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം എയറോപ്ലെയിനിൽ മറ്റേ ഇതിൽ വന്നിട്ട് ഹെലികോപ്റ്ററിൽ വന്നിട്ട് തളിക്കുമ്പോൾ നമുക്ക് കാഴ്ചയായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തിലെ കുട്ടികളെല്ലാം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും കൂടി ഇത് ഇത്രയും വിഷമാണെന്ന് നമ്മളെ ആർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കൃഷി ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ലീലാകുമാരി അമ്മക്ക് അവരവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് അനുഭവത്തിൽ തന്നെ മനസ്സിലായി അവരുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് ഇതുമൂലം അസുഖം ബാധിക്കുകയും അവരതിനെതിരായിട്ട് വളരെ ശക്തിയായി എല്ലാ സ്ഥലത്തും ഇടപെട്ട് അങ്ങനെ പറയുകയും ചെയ്തു. അപ്പൊ വലിയ സപ്പോർട്ടൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും രണ്ടാമത് ഇതിന്റെ ദുരന്തം നാട്ടുകാരും മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ട് പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എൻഡോസൾഫാൻ ബാധിതരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളും കുറേയധികം കുറച്ച് പ്രായമുള്ളവരെല്ലാം ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഈ ബഡ്സ് സ്കൂൾ 2011 ആരംഭിച്ചത്. ഈ 2011 ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഈ കുട്ടികളെ അമ്മക്ക് സ്കൂളിലേക്ക് പിന്നെ അവരെ സ്കൂളിലേക്കാനും പറ്റില്ല, വീട്ടിൽ വിട്ടിട്ട് ജോലിക്ക് പോകാനും പറ്റില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ബഡ്സ് സ്കൂൾ വന്നതിന് ശേഷം കുട്ടികളെ നേരെ നമ്മുടെ പിന്നെ ഇവിടെ കൊണ്ടാക്കി ഈ സ്കൂളിൽ കൊണ്ടാക്കി അവർക്ക് പല ജോലിക്കും പോകാൻ പറ്റി. പിന്നെ ആ കുട്ടികളെ അമ്മമാർക്കും ഈ കുട്ടികൾക്കും തന്നെ കുറെ എന്തെല്ലോ അവരെ ആക്ടിവിറ്റീസ് പഠിപ്പിക്കുകയും അങ്ങനെ 2 കുട്ടികൾക്ക് നമ്മളെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ജോലി ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തീരാ ദുഃഖങ്ങളിൽ തകർന്ന് ഈ സ്കൂളും പരിസരങ്ങളും. നിരവധി ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇവരുടെ തളർന്ന മനസ്സിന് അധ്യാപകർ മാത്രമാണ് ആശ്വാസം. വൈകല്യങ്ങളെ കലാരൂപത്തിൽ അഭ്യസിപ്പിച്ചും ആ തളർന്ന മനസ്സുകളെ ദീപം കത്തിച്ച് പ്രകാശമാക്കി തീർത്തു അധ്യാപകർ. മനുഷ്യർ കാണിച്ച കൊടും ക്രൂരതയ്ക്ക് ഇരകളായവരാണ് ഇവർ. ഇന്നും അതിന്റെ വേദനയും ദുസ്സഹനതയും പേറുന്നുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇരകളായവരാണവർ. ആരോടും പരിഭവം കാട്ടാതെ ദിവസേന സ്കൂളുകളിൽ വന്ന് മടങ്ങുന്നവർ. 2011 മഹാത്മാ ബഡ്സ് സ്കൂൾ ഈ സെന്റർ പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചത്. എൻഡോസൾഫാൻ ഏരിയ ആയതുകൊണ്ട് അവരുടെ റീഹാബിലിറ്റേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ 3.5 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ എന്ന് പറയുന്നത് 124 നിർഭാഗ്യവശാൽ ബിൽഡിംഗ് ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം അധികം കുട്ടികൾ ഇവിടെ വരുന്നില്ല. ഇപ്പോൾ നബാർഡിന്റെ 1.25 കോടി രൂപയുടെ ബിൽഡിംഗ് ആണ് അടുത്തതായും ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിൽ ഓരോ പഞ്ചായത്തിലും വരാൻ പോകുന്നത്. മലയാള മനോരമ നല്ല പാഠത്തിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് സ്കൂളായിട്ട് തെരഞ്ഞെടുത്ത റോൾ മോഡൽ സ്കൂളായിട്ട് മാറ്റുന്നത് പെരിയ ബഡ്സ് സ്കൂളത്തെ മഹാത്മാ ബഡ്സ് സ്കൂൾ തന്നെയാണ്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തും പിന്നെ സാമൂഹിക പ്രവർത്തകരും സമൂഹത്തിലുള്ള ഒട്ടനവധി പേരുടെ സഹായങ്ങളും ബഡ്സ് സ്കൂളിനുണ്ട്. സ്കൂൾ പഠിപ്പിക്കുന്ന നീഡ് ബേസ്ഡ് ട്രെയിനിങ് ആണ് നൽകുന്നത്. ഒപ്പം തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകുന്നു. വരും കാലങ്ങളിലും ഈ ചൂടിന്റെ വേദനയും നോവും കൊണ്ട് കഴിയുന്നവർ എൻഡോസൾഫാൻ അടിച്ച കശുമാവിൻ തോട്ടങ്ങളിലെല്ലാം കാസർഗോഡ് ജില്ലയെ നിരന്തരം തളർത്തിക്കൊണ്ടിരിക്കുന്നു. പണത്തോടുള്ള കർഷകരുടെ അഭിനിവേശം നയിച്ചത് ഇത്തരം ചില ദുരന്തങ്ങളിലേക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളായി. അത്തരം പങ്കാളിത്തം മൂലം
കാർഷിക മേഖലകളിൽ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു വന്നു. കൃഷിയെ സംരക്ഷിക്കാനായി ഫലങ്ങളിലും ഇലകളിലും വേരുകളിലും ഉപയോഗിക്കുന്ന ഭയാനകമായ വിഷക്കൂട്ടങ്ങൾ നാം അറിയാതെ നമ്മെ കാർന്നു തിന്നു. ഇത് ക്യാൻസറിനും മറ്റ് മാരകമായ രോഗങ്ങൾക്കും നമ്മെ അടിമകളാക്കുന്നു. കീടങ്ങളെ വിവിധ ജീവിതദശകളിൽ നിയന്ത്രിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന വസ്തുക്കൾ കീടനാശിനികൾ എന്നറിയപ്പെടുന്നു. കൃഷി, ആരോഗ്യം, മൃഗസംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇവയുടെ ഉപയോഗം സർവ്വസാധാരണമാണ്. ലോകത്തെ ആകമാനം 1600 തരം കീടനാശിനികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ 150-ൽ ഏറെ കീടനാശിനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു വർഷം 650 ടൺ കീടനാശിനികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ലോകത്തെ 2.5 കോടിയോളം തൊഴിലാളികൾ വർഷം തോറും കീടനാശിനി കൊണ്ടുള്ള വിഷബാധയ്ക്ക് വിധേയമാകുന്നു. പ്രതിവർഷം 2 ലക്ഷത്തോളം പേരാണ് കീടനാശിനിയുടെ ദൂഷ്യഫലങ്ങൾ മൂലം മരിക്കുന്നത്. ദിവസേന 60,000-ത്തോളം തൊഴിലാളികൾക്ക് കീടനാശിനി വിഷബാധ ഏൽക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, വായുവിൽ കൂടിയും ജലത്തിൽ കൂടിയും പടർന്ന് അന്യ സ്ഥലങ്ങളിലുള്ള മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇത് ഹാനി വരുത്തുന്നു. വിഷാംശം അടങ്ങിയിരിക്കുന്നതിന്റെ അളവ് അനുസരിച്ച് കീടനാശിനികളെ റെഡ് ലേബൽ, യെല്ലോ ലേബൽ, ബ്ലൂ ലേബൽ, ഗ്രീൻ ലേബൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. 1958-ലാണ് ഇന്ത്യയിൽ ആദ്യമായി കീടനാശിനി ദുരന്തം ഉണ്ടായത്, അതും കേരളത്തിൽ. പോളിഡോൾ എന്ന കീടനാശിനിയായിരുന്നു ദുരന്ത കാരണം. ഇതിൽ 102ഓളം പേർ മരിക്കുകയും 828 പേർക്ക് വിഷബാധ ഏൽക്കുകയും ചെയ്തു. 1984-ൽ ഉണ്ടായ ഭോപ്പാൽ ദുരന്തത്തിൽ മീഥൈൻ, ഐസോസയനൈറ്റ്, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ് മുതലായ വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കാനിടയായി. തന്മൂലം 30,000-ൽ പരം ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ നിത്യരോഗികളായി മാറുകയും ചെയ്തു. വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കീടനാശിനിയാണ് എൻഡോസൾഫാൻ. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. യൂറോപ്യൻ യൂണിയൻ, ന്യൂസിലൻഡ്, USA, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ത്യയിലും ചൈനയിലും ഇത് ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും ഇത് നരമ്പുകളെ ബാധിക്കുന്ന ഒരു വിഷവസ്തുവായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഈസ്ട്രോജൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ ദുരിതപ്പെടുത്തി പ്രത്യുൽപാദന ശേഷിയും വളർച്ചാപരവുമായ കോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുമായുള്ള സമ്പർക്കം മൂലം ചുഴലി, വിറയൽ, ശ്വാസമുട്ടൽ, ഛർദി, ബോധക്ഷയം മുതലായവയും സംഭവിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇതിന്റെ ഉപയോഗം മൂലം ആൺകുട്ടികളിൽ ഉൽപാദനശേഷി കുറയുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ജീനുകളിലുള്ള ഇതിന്റെ പ്രവർത്തനം ഗർഭസ്ഥ ശിശുവിൽ അംഗവൈകല്യവും പെരുന്തല പോലുള്ള മാരക രോഗങ്ങളും ഉണ്ടാക്കുന്നു. സ്ത്രീകളിലെ സ്തനാർബുദത്തിന് ഇത് കാരണമായി സംശയിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കശുമാൻ തോട്ടങ്ങളിൽ 1976 മുതൽ 2001 വരെ ഇത് വ്യാപകമായി തളിക്കപ്പെടുകയുണ്ടായി. 1979-ൽ തന്നെ ഇതിന്റെ മാരക ദോഷവശങ്ങൾ അവിടുത്തെ ജനങ്ങളെ ബാധിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും അധികാരികളുടെ ഒത്താശയോടെ തളിക്കൽ 2001 വരെ തുടർന്നുകൊണ്ടിരുന്നു. ജന്മവൈകല്യങ്ങളോടുകൂടിയ മന്ദബുദ്ധികളായ അനേകം ശിശുക്കൾ പിറന്നു വീണു. പെരുന്തലയും ചുഴലിദീനവും ശരീരത്തിന് ചലനശേഷി ഇല്ലാത്തവരുമായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നിരവധി സാമൂഹിക സംഘടനകളും മനുഷ്യസ്നേഹികളും ഈ വിഷയത്തിൽ ഇടപെടുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തു. DYFI എന്ന സംഘടന എൻഡോസൾഫാനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ ഫലമായി 2011 മെയ് 13 എൻഡോസൾഫാന്റെ ഉൽപാദനവും വിതരണവും നിരോധിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടായി. 2017 എൻഡോസൾഫാൻ ഉപയോഗം ഇന്ത്യയിൽ പൂർണ്ണമായും നിർത്തൽ ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല, ശുദ്ധമായ ഗുണനിലവാരമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ്. അതിന് നാം സജ്ജരാകണം. ജൈവവള പ്രയോഗത്തിനു വേണ്ടി പശുവിന്റെ ചാണകം, ആടിന്റെ കാഷ്ടം, കോഴിയുടെ കാഷ്ടം എന്നിവ കൃഷിക്ക് വളർച്ചയേകുന്നവയാണ്. ഇത്തരം കൃഷി ചെയ്യുന്നവരിൽ നിന്നും സംഭരിച്ച് മണ്ണിൽ കലർത്തി ഗ്രോ ബാഗുകളിൽ നിറച്ച് തൈകൾ നടുമ്പോൾ മാരകമായ രാസവളങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സ്ഥലങ്ങളില്ലാത്തിടത്ത് ഗ്രോ ബാഗ് കൃഷികൾ അവലംബിക്കാവുന്നതാണ്. ടെറസിന് മുകളിലെ കൃഷിയിൽ ഗ്രോ ബാഗിൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ നട്ടു നനയ്ക്കാവുന്നതാണ്. ഇതിന് കൃഷി മന്ത്രാലയങ്ങളുടെ ക്ലാസുകളും പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വിശദീകരണവും അഭിപ്രായവും തേടാവുന്നതാണ്. ഗ്രോ ബാഗുകളിൽ മണ്ണും ജൈവവളങ്ങളും മിശ്രിതം ചെയ്ത് തൈകൾ നടുന്നു. ഇതൊരു പരിധിവരെ ജോലിയുടെ സമയലാഭത്തിനും കൂടുതൽ ഉൽപാദനത്തിനും ഇടയാക്കുന്നു. അങ്ങനെ നമ്മൾ കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുന്നു. വീട്ടുമുറ്റത്ത് പന്തലോ വേലിയോ കെട്ടി പയർ, പാവൽ എന്നിങ്ങനെയുള്ള കൃഷികൾ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വീടിനുള്ളിലെ ചൂടിനെ കുറയ്ക്കുകയും ശുദ്ധമായ വായുവും ലഭിക്കാൻ ഇടവരുത്തുന്നു. ഇടവരി കൃഷി, വാഴ, കമുക്, തെങ്ങ് എന്നിവയിൽ
പച്ചക്കറിയും ഇടവഴി കൃഷി മുഖേന ചെയ്യുന്നതിൽ ജലത്തിന്റെ ലാഭവും ഉൽപാദനക്ഷമതയിലുള്ള വർധനവും ലഭ്യമാണ്. വിത്ത് ഗുണം 10 ഗുണം എന്നുള്ള ഒരു വചനത്തിന് എന്തുമാത്രം പ്രാധാന്യമാണോ ഉള്ളതെന്നറിയാം. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാർഷിക രീതികളാണ് അനുവർത്തിച്ചു വരുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഭക്ഷ്യവിളകൾക്കുണ്ടായിരുന്ന ക്ഷാമം, അന്ന് ബംഗാൾ ഫാമിൻ അടക്കം ഉണ്ടായിട്ടുള്ള ആ ക്ഷാമത്തിൽ നിന്നും അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാസവളങ്ങളെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെയും സഹായം തേടുകയുണ്ടായി. ഗ്രീൻ റവല്യൂഷനും പഞ്ചവത്സര പദ്ധതികളും ഒക്കെ നമുക്ക് ആ ലക്ഷ്യം നേടിത്തരികയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് കർഷകർ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാകണം അശാസ്ത്രീയവും ഒരു തത്വദീക്ഷിതയും ഇല്ലാത്തതായ രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം നമ്മുടെ വിളകളെയും മണ്ണിനെയും വളരെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. ഒരു വശത്ത് ഉൽപാദനക്ഷമത കുറഞ്ഞു, മറുവശത്ത് രോഗകീടങ്ങളുടെ ആക്രമണം കൂടി. അപ്പോൾ അധികമായിട്ടുള്ള രാസവളങ്ങളെയും രാസകീടനാശിനികളെയും നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. ചുരുക്കത്തിൽ ഭക്ഷ്യോൽപാദനം കുറഞ്ഞു എന്ന് മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളകൾ ആരോഗ്യപൂർണ്ണമല്ലാത്തതുമായി. കാർഷിക മേഖല ഒരു ഗ്ലാമറസ് ഫീൽഡ് അല്ലാതെ ആയതോടുകൂടി യുവജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് മാറി മറ്റ് നിർമ്മാണ മേഖലകളിലേക്കുമൊക്കെ പോയി അന്യ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോവുകയൊക്കെ ചെയ്തപ്പോൾ കർഷക തൊഴിലാളികളുടെ ദൗർലഭ്യവും ഉണ്ടായി. ഇതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളി നീക്കി. അതിന്റെ ഫലം നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ വിപണി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത, യാതൊരു തത്വദീക്ഷതയും ഇല്ലാത്ത വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും കൊണ്ട് മലീമസമായ പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമാണ് നമുക്കിന്ന് കിട്ടുന്നത്. നിരന്തരമായ ഇതിന്റെ ഉപയോഗം നമ്മുടെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു പുറച്ചിന്ത, ഇതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതിനെ അനുവർത്തിക്കേണ്ടത് വിഷലിപ്തമല്ലാത്ത സേഫ് ടു ഈറ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ കർഷകർ തന്നെ, അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും സ്വയം അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ പിന്നാമ്പുറങ്ങളിലും തൊടികളിലും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ പലതും ആശ്രയിക്കുകയുണ്ടായി. അവിടെ നമ്മൾ വിസ്മരിച്ച ഒരു കാര്യം, പരമ്പരാഗതമായി നമ്മൾ കൃഷി ചെയ്തിരുന്ന നമ്മുടെ വിള ഇനങ്ങളെയാണ്. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഭൂപ്രകൃതിക്കും അനുയോജ്യമായിട്ടുള്ള വിളകൾ എക്കാലത്തും ഉണ്ടായിരുന്നു. അത്തരം വിളകൾക്ക് രോഗങ്ങളെയും കീടങ്ങളെയും ചെറുത്തു നിൽക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. അവയെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ വിള അല്ലെങ്കിൽ ഉൽപാദനം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് പല പ്രശ്നങ്ങളുടെയും ആരംഭം. ഇപ്പോഴത്തെ ഈ സമൂഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത്. അത് തകുന്ന രീതിയിൽ ഞങ്ങൾ ഈ ഫാമിൽ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ, അതിന് ഞങ്ങൾ തന്നെ പേരിട്ടിരിക്കുന്നത് സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അജൈവ മാലിന്യങ്ങളായ പ്ലാസ്റ്റിക് കുപ്പികൾ, ടയറുകൾ, ട്യൂബ് ലൈറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു ഗാർഡൻ തകുന്ന മാതിരി പല രീതിയിൽ ഡിസൈൻ ചെയ്ത് പലതരത്തിലുള്ള കളറുകൾ കൊടുത്ത് പലതരത്തിലുള്ള ചെടികൾ നിർത്തി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. മണ്ണിന്റെ സുരക്ഷ നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ പുതിയ ലക്ഷ്യമാകുന്നതായിരിക്കുന്നു. പണ്ട് കാലത്ത് കർഷകർ മണ്ണിന്റെ സുരക്ഷയെ കൂടി കണക്കാക്കിയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പുതിയ തലമുറ രാസവളങ്ങൾ അത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ജൈവവളങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയതായിട്ടുള്ള പുതിയ രീതിയിൽ പഞ്ചഗവ്യം, ജീവാമൃതം എന്നീ ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കോളർ ജോബുകളുടെ അഹങ്കാരമില്ലാതെ കാത്തുവെക്കാൻ കരുതലുള്ള ആരോഗ്യത്തിനായി നാം കഴിക്കുന്നവയെ അറിയാം ഈ കർഷകരിലൂടെ. നെല്ല് പോലും ഇന്ന് അന്യസംസ്ഥാനത്തു നിന്നും കടന്നുവരുന്ന അവസ്ഥയാണ് കേരളത്തിൽ.
ജൈവവള കൃഷി എന്താണെന്നറിയാത്ത ആളുകൾക്ക് ഉദാഹരണമാണ് ഈ കർഷകയുടെ വിളകളും അറിവും. പണ്ടത്തെ നാട്ടുകൃഷി കൃഷി ഈ പൊടിവിതയായിട്ടും എല്ലാം മണ്ണ് മേടമാസിൽ വാളിയാൽ ഒരു പൊന നങ്ങൽ ആ പൊനത്തിൽ നമ്മ തോര പയറ് പിന്നെ മുത്താറി ചാമ തേന എന്നൊക്കെ ഉണ്ടാക്കും. ഇപ്പം ആ പ്രകൃതി അതുമെല്ലാം മാറി ആ സ്ഥലത്തെല്ലാം ഇപ്പം പിന്നെ ഇത് എന്തൊക്കെയോ നടാൻ തുടങ്ങി. ഇപ്പം നമ്മളെ വയൽ പണ്ട് സമയത്ത് നമ്മൾ ചാണകം പച്ചത്തോലും പെരക്കി കയറ്റിയിട്ട് അത് ചാടിയിട്ടാണ് നമ്മ വെണ്ണീരും എല്ലാം ചാടിയിട്ടാണ് കൃഷി നടത്തുക. ഇപ്പം അതല്ല, ഇപ്പം രാസവളം കൊണ്ട് ചാടിയിട്ട് കൃഷി നടത്തുന്നത് കൊണ്ട് മണ്ണിനെല്ലാം കളഞ്ഞിട്ടേ ഇല്ലത്. ഇനിയെങ്കിലും നമ്മ ഈ പച്ചവളങ്ങളും മരത്തിൻ്റെ ഈ ഇല ഈ വാടിയ ചപ്പില ഇലകളും വാരിക്കൊണ്ടിട്ട് തീ വെച്ചിട്ടും ആക്കിയിട്ടും ഈ പച്ചില വളം തന്നെ കൂടുതൽ വേണ്ട കാലിവളം ആക്കിയിട്ട് നമ്മ ഇനിയെങ്കിലും മണ്ണിനെ സ്നേഹിച്ചിട്ട് നല്ല വിളവെടുക്കാൻ ഇപ്പം നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ നടത്തുന്നുണ്ട്. ഞാനിപ്പം ഈ ജൈവവളത്തോണ്ട് മാത്രം ആക്കുന്നത് കൊണ്ട് കൂടുതൽ വിളവ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരും കാലിവളവും മറ്റേ പച്ചത്തോലി മറ്റേ ചപ്പലിയും കൊണ്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെള്ളരി ആണെങ്കിൽ 3 പ്രാവശ്യം ഒരു കൊല്ലം ഞാൻ 3 പ്രാവശ്യം വെള്ളരി ഇടുന്നുണ്ട്. 10, 20, 25 ദിവസം കൊണ്ട് ഞാൻ വെള്ളരി പൂപ്പിക്കുന്നുണ്ട്. അത് ഇത് പുണ്ണാക്കും വെള്ളവും ഇതും ഗോമൂത്രവും ഇത് കലക്കി വെക്കുക. കലക്കി വെച്ചിട്ട് ആഴ്ചതോറും അത് കുറേ ഒഴിച്ചാൽ മതി, എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. നെല്ലിനെ നമ്മൾ മറന്നു കഴിഞ്ഞു. കുഞ്ഞനിയൻ നെല്ലിനെപ്പറ്റി ചേട്ടനോടും ചേച്ചിയോടും അമ്മയോടും അച്ഛനോടും ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. അകലന്തിയോളവും പാടത്തു പണിതീട്ട് ഭവനത്തിലൊരിടത്തു ചാരി നിൽക്കേ മെല്ലവേ ചാരത്തു കൊച്ചുമോൻ വന്നിട്ട് മുത്തച്ഛനോടൊരു ചോദ്യമായി, നെല്ലു കായ്ച്ചിടും മരമേത് മുത്തച്ഛ, ചൊല്ലിത്തരുമോ പേരാമരത്തിനെ? അച്ഛനും അമ്മയ്ക്കും ഉത്തരമില്ലത്രേ, ചേച്ചിക്ക് പോലും നെല്ലെന്നറിയില്ല. ചേട്ടനാണെങ്കിൽ കൊഞ്ഞനം കാട്ടിക്കൊണ്ടുത്തരം മുട്ടിയതെന്ന പോലെ. വല്ലാത്ത പൊല്ലാപ്പിലായല്ലോ മുത്തച്ഛ, ചൊല്ലിത്തരുമോ ആ നെന്മരത്തെ? ഇല്ലെങ്കിൽ നാളെ ഞാൻ ക്ലാസ്സിൽ കയറുവാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയേ പോക വേണ്ടു. ഈ വിധം കൊച്ചൻ്റെ വെപ്രാളം കണ്ടിട്ട് മുത്തച്ഛൻ ചുണ്ടിൽ ചിരി വിരിച്ചു. തെറ്റി നിനക്കുണ്ണി, മാമരമല്ലല്ലോ, നെല്ലുകായ്ച്ചിടുന്നു പുൽച്ചെടിയിൽ. നാണക്കേടാണിതു ചൊല്ലാൻ മടിയുണ്ട്, നാട്ടുകാർ കേട്ടാൽ പരിഹസിക്കും. എന്നെന്നും കിണ്ണത്തിൽ നമ്മൾക്കു മുന്നിലായി പുഞ്ചിരി തൂകുന്നൊരന്നമല്ലേ, അന്നമായി തീരുന്ന നെല്ല് മറന്നു നാം സർവവും പഠിച്ചിട്ടുമെന്തു കാര്യം, സർവവും പഠിച്ചിട്ടുമെന്തു കാര്യം. ജൈവവള മാർഗം വഴി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുകളാവട്ടെ നാളത്തെ ഉഷസ്സിനൊരു പൊൻകിരണം. ഒരുമിക്കാം നമുക്ക് നാളേക്കായി. ഇന്നേ ഒരു മുൻകരുതലോടെ കാത്തുവെക്കാം ഈ ദൃശ്യത്തെ. നല്ല നാളേക്കായി കരുതാം ഈ ദൃശ്യത്തെ. വരും തലമുറയെങ്കിലും ആയുസ്സുള്ളവരാകട്ടെ. ഓർക്കാം ഒരു പുതിയ കാലത്തെ, പുതിയ ഉഷസ്സിനെ. കൈക്കുമ്പിളിലാക്കാം ഒരു പുതിയ ലോകത്തെ. ഇനിയും നമുക്കൊരുമിക്കാനാവും. ചെറിയ ദൂരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നാളെയുടെ പ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം.